എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യണേ? കൂടുതൽ ദേഹമാണെങ്കിൽ ഒരു പണിയും ചെയ്യണ്ടെന്ന് ആ വൈദ്യുതി എത്ര തവണ പറഞ്ഞതാ. ഞാൻ ചെയ്യല്ല. എടി, ആൾക്കാരിയ്ക്കുമ്പോ എന്നെ അസുഖക്കാരനാക്കരുതെന്ന് ഞാൻ പലവണ പറഞ്ഞിട്ടില്ലേ? എന്തേ ചേട്ടൻ ഒഴിച്ചു തന്നാ ചമ്മന്തി കഴിക്കൂ? അയ്യോ ചേട്ടാ, ഞാൻ അങ്ങനെ എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എടോ, അന്തസ്സും അഭിമാനവും വിറ്റ് വേണ്ട വേണ്ട. എടി, ലക്ഷണത്തൊരു പൂവനോട് ഉള്ളപ്പോ പടക്കോഴി കൂവണ്ട. നീ ബോഡി അപ്പുറത്ത് പോ. ചമ്മന്തിയില്ലേ വേണ്ട? ചമ്മന്തി വേറെ ആണുങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങോട്ട് ചെല്ലണമെന്ന് ചേട്ടന് ഇഷ്ടമല്ലെന്ന് അറിയാലോ. നേരത്തെയുള്ള പണിയെല്ലാം ചെയ്തേ ആള് കിടപ്പിലായ നഷ്ടം എനിക്ക്. കൊതിപ്പിക്കാണ്ട് രണ്ട് പുതിയ മാജിക് പഠിപ്പിച്ചെന്നെ. മര്യാദയ്ക്ക് എന്നാ നോക്കാം. നിങ്ങൾ വരാൻ വയ്യപ്പോ ഞാൻ കരുതി ഇന്നിനി വരികയല്ലെന്ന്. സരസു, പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട. സുഗുണം വന്നിട്ടുണ്ട്. പഴുത്ത് പിടിക്കുന്നു. പോർട്ടെ പോർട്ടെ. അംഗവൈദ്യങ്ങൾ സംഭവിച്ച പപ്പടപടകൾ, പക്കുപടകൾ, പരിപ്പുടകൾ, പഴപുരികൾ, പൊട്ടിയ പുട്ടുകൾ, വക്കുപൊട്ടിയ ദോശകൾ, അങ്ങനെ എനി ഐറ്റംസ്. ഐ ഹാവ് നോ പ്രോബ്ലം. നീ വെറുതെ മനുഷ്യനെ നാണം കെടുത്തരുത്. എന്റെ ഗുരു കേട്ടിട്ടില്ലേ, ഓൾഡ് ഈസ് ഗോൾഡ്. മാത്രല്ല വയറ് നിറയും ചെയ്യും. ഹാഫ് ചാർജ് ഉള്ളൂ. ചേച്ചി എത്രയായി? ചേച്ചിക്ക് എത്രയാവട്ടെ? ഇവിടെ ഇവിടെ 3 പേര് 15 വെള്ളം വെള്ളം വെള്ളം. എന്റെ മാധവൻകുട്ടി, ഈ സുഗണൻകുട്ടി നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാനൊരു എരുമക്കുട്ടിയെ വാങ്ങിയേനെ. അല്ല, ഇവനില്ലെങ്കിൽ ഒരു പോത്തിനെ വാങ്ങുന്നു എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. എന്തിനാ എരുമ? എരുമയാവുമ്പോ പഴയ ആഹാര സാധനങ്ങൾ തിന്നുകയും ചെയ്യും, പാലും കിട്ടും. ആ ബാബുവും രാജേന്ദ്രനും വീട്ടിൽ പോയപ്പോ നിനക്കൂടെ പൊക്കൂടായിരുന്നു. അപ്പൊ ആശാൻ അവരുടെ കൂടെ പോയെന്ന കുഴപ്പം? അവരെ പോലെ പൊക്കം കുറഞ്ഞു പോവാ. ഞാനൊരു 10 മിനിറ്റ് ചായക്കടയിൽ നിന്ന പ്രശ്നമായ. നിന്റെ ചായക്കടയിലുള്ള ഇരിപ്പത്ര ശരിയല്ല കേട്ടോ. അയാളൊരു വലിവ് രോഗി മാത്രമല്ല, ആ ശരീരം മുഴുവൻ സംശയമാ. ആശാൻ അതിനെ പറ്റി പേടിക്കണ്ട. എന്റെ ചാരിത്രം സൂക്ഷിക്കാൻ എനിക്കറിയാം. എന്താ പറഞ്ഞേ? ഷൂസിലാണ് കയറി ടോർച്ചിങ്ങോട്ട് കാണിക്കും. അല്ലെങ്കിൽ വേണ്ട, ഞാനൊരു ടോർച്ചിടാൻ മറന്നുപോയി. ബാറ്ററി ഇല്ലാത്ത ടോർച്ച് എന്തിനാ കൊണ്ടു നടക്കുന്നത്? ബാറ്ററി കൊണ്ട് നടക്കണേക്കാൾ ഭേദമല്ലേ ടോർച്ച് കൊണ്ട് നടക്കുന്നത്? ആശാൻ തന്നെയല്ലേ പറയാറ് ആവശ്യമില്ലാണ്ട് കാശ് ചെലവാക്കരുന്ന്. ആ ടോർച്ചിങ് തന്നെ ബാറ്ററി ഉണ്ടോ നോക്കട്ടെ. അയ്യോ, സത്യമായിട്ട് ഇതിൽ ബാറ്ററി ഇല്ലേട്ടോ. എന്നാലേ ഒരു മാജിക്ക് കൂടി ഞാൻ ഇതിനകത്ത് ബാറ്ററി വരുത്തട്ടെ. അപ്പൊ പഴോ? എന്താ അപ്പോഴൊന്ന് ചോദിക്കാൻ വരുമായിരുന്നു. എന്റെ പൊന്നാശനെ, എന്നെ കുറച്ച് മാജിക്ക് പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ബാറ്ററിയിൽ ടോർച്ച് വരുത്തല്ലേ. നിന്നെ ഞാനൊരു ചെറിയ മാജിക്ക് ഇപ്പൊ പഠിപ്പിച്ചുതരാം. കഞ്ചക്കിസ്മ കസ്നേന തോന തമ്പി മകരി പാവടിച്ച് ബിച്ചൽ പോർച്ച് എനിക്ക് വല്ലാതെ വിശക്കണ്. പക്ഷെ എനിക്ക് വിശക്കുന്നില്ലല്ലോ. എന്താ? ഞാനൊരു പാമ്പിനെ തിന്നു. പാമ്പിനെ തിന്നെ? എന്താ ചൈനക്കാര് പാമ്പിനല്ലേ തിന്നുന്നത്? അന്ന് എനിക്കൊരു പാമ്പിനെ തിന്നണം. പാമ്പ് വേണം, അത്രയല്ലേ ഉള്ളൂ. പിടിച്ചോളൂ. ഇതൊരു വടിയല്ലേ? സൂക്ഷിച്ചു നോക്കൂ. ഇതെന്ത് സൂക്ഷിച്ചു നോക്കാൻ? ഇത് വടി കണ്ടില്ലേ? ഓം പഞ്ചരക്ഷി ബാബ ലാത്തിക്കോ സാമ്പരാതെ ഇനി ജോലി എന്നതിന്റെ ഇടയ്ക്ക് വിശക്കുന്നതിന്റെ കാര്യം പറയൂ. ഇല്ല, ഞാൻ പറയുന്ന ഒരിക്കലും. ഇനി അടുത്ത ഐറ്റം റെഡി. ഇതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതിനേക്കാളും നല്ല മാജിക് ഞാൻ കാണിച്ചു തരാം. സംശയം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കൂ, ഞാൻ കാണിച്ചു തരാം. ഇതാ നോക്കൂ, നമ്മൾ എപ്പോഴും കരുതാറുള്ള ഒരു ടവൽ. ഒന്ന് വിയർത്താൽ നമുക്കൊന്ന് മുഖം തുടയ്ക്കണ്ടേ? ഇതാ നോക്കൂ, ഇതൊരു കറുത്ത തുണിയാണ്. എന്നാൽ ഇത് കറുത്ത തുണിയാണോ? അല്ല, ഇതാ ഓം ക്രീം ഐസ്ക്രീം. ഇതാ എന്ത് ചിത്രം! ഇതാണ് മാജിക്. ചുമ്മാ അതൊക്കെ വെറും പറ്റിപ്പാണ്. ഇതാണ് മാജിക്. ഇത് നമുക്ക് ഇതിന്റെ പഴയ രൂപത്തിലേക്ക് മടങ്ങിപ്പോവാം. ഓം ക്രീം ഐസ്ക്രീം. എന്താ സംശയമുള്ള ചോദിച്ചോളൂ, പറഞ്ഞുതരാം. സത്യം പറ, നീ ഒരു പെണ്ണല്ലേ? അയ്യേ, പെണ്ണോ? ഞാൻ മത്തായി, മാജിക് മത്തായി, ലോക പ്രശസ്ത മജീഷ്യൻ, PC സർക്കാരിന്റെ പ്രഥമ ശിഷ്യൻ. അത് പ്രസിദ്ധമല്ലേ? പ്രിയമുള്ളവരെ, ഇവൾ പറയുന്നത് കള്ളമാണ്. ഇവൾ ഒരു പെണ്ണ് തന്നെയാണ്. കാലി ബാബ, ശങ്കർ ബാബ,
എന്നാൽ അരക്കൈ നോക്കിയിട്ട് തന്നെ കാര്യം. നാട്ടുകാരെ, ഞാൻ ഇവരെ വെല്ലുവിളിക്കുകയാണ്. ഇവർ കാണിക്കുന്ന ഏത് മാജിക്കും ഞാൻ കാണിക്കും. ഉറപ്പാണോ? ഉറപ്പ്. പ്രിയമുള്ളവരെ, PC സർക്കാരിന്റെ ശിഷ്യന്റെ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കാണിക്കാൻ പോകുന്ന വിദ്യ ഇദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ എന്ത് ശിക്ഷയാണ് നൽകേണ്ടതെന്ന് അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിയമുള്ളവരെ, ആദ്യത്തെ ഐറ്റം ഞാൻ കണ്ണടച്ച് കാണിക്കും. അതേ ഐറ്റം ഇദ്ദേഹം കണ്ണ് തുറന്ന് കാണിക്കും. ഇംപോസിബിൾ. നിസ്സാരമായിട്ട് ഞാൻ കാണിക്കാം. ശിഷ്യ, ഗുരു, ഇന്ന് ഗുരു ഇതെന്താണെന്ന് നോക്കൂ. അയ്യോ, മുളക് പൊടി. ലേശം കഴിച്ചു നോക്കിയേ. അയ്യോ, എരിവ്. ഇതാണോ വിദ്യ? ഇത് വിദ്യയല്ല, വിദ്യ തുടങ്ങുന്നതേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ഞാൻ കണ്ണടച്ച് കാണിക്കുന്ന ഈ വിദ്യ നമ്മുടെ സുഹൃത്ത് കണ്ണ് തുറന്ന് കാണിക്കുന്നതാണ്. തുറന്ന കണ്ണിൽ ഇദ്ദേഹം മുളക് പൊടി ഇടും. അയ്യോ, അച്ഛനെ അപ്പൊ പോയി. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഏറ്റു പറയണം. സമ്മതിച്ചോ? സമ്മതിച്ചോ. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. പല ഉരുള് ഒരു ഒരെണ്ണം ഉരുണ്ടു. അയ്യേ, അങ്ങനൊന്നുമല്ല. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് പല തവണ ഉരുണ്ടു. പല തവണ ഒന്നും ഉരുണ്ടാ ശരിയാവില്ല. 5-6 തവണയല്ല. ഞാൻ പറയാം. ഒരു ഉരൽ ഉരുളുമ്പോൾ പല ഉരലുകൾ ഉരുളുന്നു. ഒരു ഉരുള് എങ്ങോട്ടാ ആശാനെ ഉരുണ്ടു പോയത്? നിങ്ങൾ ശ്രമിക്കുന്നില്ല, അതാണ് അതിന്റെ. ആശാനെ ഞങ്ങൾ സിനിമയ്ക്കൊക്കെ രംഗീല തന്നെ എങ്കിലും തനയൊന്നും വേണ്ട. ആദ്യം പറയുന്നത് ശ്രദ്ധിച്ച് പറയാൻ പഠിക്കേ. ഞാൻ വേറൊരെണ്ണം പറയാം. ഇത് യാർ തച്ച ചട്ടൈ എൻ താത്ത തച്ച ചട്ടൈ. കാക്കയും താച്ച. രണ്ടെണ്ണം നിങ്ങൾ പറഞ്ഞില്ല. ഒരു ചാൻസ് കൂടെ തരാം. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. സൈക്കിള് ലാലി, ലോറി ലാലി. ഞാൻ ലക്ഷ്മിയെ കൊണ്ട് പറയിക്കാം. പറഞ്ഞേ. സൈക്കിൾ റാലി പോലെ ഒരു ലോറി റാലി. ലോറി ഉണ്ടെങ്കിൽ എന്തിനാ ആശാനെ സൈക്കിള്? സൈക്കിള് അങ്കിൾ, കരയണ്ട. ഏതാണ് ഈ ചെക്ക്? എനിക്കറിയില്ല. എന്താണ് മോനെ എന്റെ പേര്? കരയരുത്. എവിടെയാ നിന്റെ വീട്? കുറച്ച് നേരമായിട്ട് ഇവൻ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ആരോരില്ലാത്ത കുട്ടിയായിരിക്കും. പാവം. കരയരുതെന്ന്. വാ. എന്തു പറഞ്ഞാലും ശരി, തെണ്ടി ചെക്കനോട് നിർത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്ന് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? ആരോരില്ലാത്തവരെ സഹായിക്കണം എന്നാണ് മോനെ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഖുറാനൊന്നും വായിക്കാറില്ല. സുഗുണ, ആരാണെന്നും എന്താണെന്നും ഒക്കെ അറിഞ്ഞിട്ടാണോ നമ്മൾ ഇതുവരെ എത്തിയത്? അനാഥാലയത്തിൽ നിന്ന് പുറത്തു വന്ന് ഒരു നാടോടിയായിട്ട് അലയുമ്പോഴും പിന്നെ കുറെ വർഷം ഒരു സർക്കസ് കമ്പനിയിൽ ജോലി ചെയ്യുമ്പോഴൊന്നും നിനക്ക് സ്വാർത്ഥത ഉണ്ടായിരുന്നില്ലല്ലോ. ഹാജിയാർക്കറിയോ, സർക്കസ് കമ്പനി പൊളിഞ്ഞപ്പോ പോകാൻ വേറെ വഴിയില്ലാതെ ഞങ്ങളെ പോലെ ഒറ്റപ്പെട്ടവർ ആ 2 കൊച്ചു മനുഷ്യരും. അവരെ സംരക്ഷിക്കേണ്ട ചുമതലയെ ഞാൻ ഏറ്റെടുത്തു. കാരണം കുറച്ചുനാൾ അവരെന്റെ സഹപ്രവർത്തകരായിരുന്നു. ഇവനെ ഒരിക്കലും ഞാൻ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് അറിയിച്ചിട്ടില്ല ഹാജിയാരെ. കിട്ടുന്നതിൽ ഒരു പങ്ക് എപ്പോഴും ഇവന് വേണ്ടി നീക്കി വെക്കും. ആരോരുമില്ലാത്ത ഒരു അനാഥന്റെ ബാല്യം മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ട് അറിയാം. അഭയം തേടി വരുന്നവരെ ഉപേക്ഷിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ അങ്ങനെ ശീലിച്ചു പോയി. മോനെ മാധവൻകുട്ടിയെ, ഈ ഒരു ഇസ്ലാം വഴി എനിക്കുള്ളവനാണ്. പാവങ്ങളോട് കരുണ കാണിക്കാത്ത ഒരു നിസ്കാരം നോമ്പും പടച്ചവും കാണൂല്ലോ. ഒരു യത്തീമല്ല ഇത്. ഇവനെ കൈവടിയരുത്.
ബോബി, ഈശ്വര, നല്ല പനിയുണ്ടല്ലോ. സുഗുണ, സുഗുണ, എന്തേ നേരം വിളിത്തോ? ഏയ്, ബോബിക്ക് നല്ല സുഖമില്ല. നീ പോയി ആ ഹാജരെ വിളിച്ചോണ്ട് വാ. പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഞാൻ കാല് പിടിച്ച് 100 പ്രാവശ്യം പറഞ്ഞല്ലേ വേണ്ടാത്ത പയ്യാവിലെടുത്ത് തലയിൽ വെക്കണ്ടെന്ന്. നിനക്ക് പറ്റില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞല്ലോ പറ്റില്ലെന്ന്. 2 ഫ്രൂട്ടി വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ എന്താ പറഞ്ഞേ? ആവശ്യമില്ലാണ്ട് കാശ് ചെലവ് ചെയ്യരുത്. എന്നിട്ട് ആ തെണ്ടി ചക്കന് ഷർട്ടും ട്രൗസറും വാങ്ങിച്ചു കൊടുത്തില്ലേ? എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. നിന്റെ അടുത്ത് സഹായം ചോദിക്കാൻ വന്ന എന്നെ വേണം തല്ലാൻ. അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല. കയ്യിലെടുക്കാവുന്ന പരിപാടിക്ക് ഞാനില്ല. ഇതിപ്പോഴും ഇതിനകത്ത് ഒന്ന് പറഞ്ഞ അങ്ങോട്ട് മാറിക്കണം. ശാപം. ഫ്രൂട്ടി കുടിച്ചൊന്ന് ഉറങ്ങി വന്നായിരുന്നു. ഇനി ഉറങ്ങാൻ വേണ്ടി വേറെ ഫ്രൂട്ടി കഴിക്കണം. മെഗാ ഫ്രൂട്ടി. എടോ ഇത് സൂക്കേടൊന്നല്ലടോ, ഇവന്റെ പിന്നാലെ പട്ടി പാഞ്ഞിന്ന് പറഞ്ഞില്ലേ, അപ്പൊ പേടിച്ചിട്ടുണ്ടായ പനിയാണ് ഇത്. നമ്മളിപ്പൊ മാറ്റിത്തരാം. മോനെ വായോർക്ക് വായോർക്ക് ആ ആ അങ്ങോട്ട് ഇറക്കിക്ക. ആ ഓ ആ, ആ. അല്ല ഈ എങ്ങോട്ടാണ്? ഹാജരെ വീട് വരെ ഉണ്ടാക്കിയിട്ട് വരാം. എന്തിനാണോ ഇവിടെ അടുത്തല്ലേ, ഞാൻ പോയിക്കോളാം. ഈ ഓന്റെ അടുത്ത് കുത്തിരിക്കും. മോനെ ദേ, നമ്മുടെ മുസ്തു വന്നിട്ടുണ്ട്. പടച്ചോനെ, എങ്ങനെയുണ്ടായ മോനാണ് ഈ വല്ലാതെ ക്ഷണിച്ച് കോലം കെട്ടല്ലോ. മക്കളെ, മക്കൾക്ക് വല്യമ്മ മനസ്സിലായോ? ഈയും വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ട്. മുസ്തഫ, മുസ്തു മോനെ. ഇതെന്നാണിത്? ഉമ്മ എന്താണ് തിന്നു? എടാ എന്റെ പുല്ലാര വാപ്പിയാണത്. അതല്ലാണ്, ഇതെന്താണ്? ഏത്? ഇതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ഈ ഗൾഫ് കിടന്ന് ഒട്ടത്തിനെ കണ്ട് കണ്ട് ഇതിന് മറന്നുപോയോ മോനെ? ഇതാണ് ആന, നമ്മളാന. ഇവിടെ എന്താ കൂപ്പ് പണിയുണ്ടോ? കൂപ്പല്ല, അല്ല, ആ. ഈ അറിഞ്ഞില്ല എന്നെ കളിയൊക്കെ? അനക്ക് കത്തിലയച്ചില്ലേനോ? ആ അയച്ചാണ്. ചെറിയൊരു കത്തിലോട്ട് വലിയൊരു ആനിനെ പിടിച്ച അങ്ങോട്ട് അയച്ചാണ് മോനെ. വേണ്ട, ഉണ്ടണ്ട, ഞാൻ പറഞ്ഞോളാം. കൊണ്ടാരാണ് ഈ അയക്കണ പൈസനെ കൊണ്ടേ ഈ വക തോന്നിയ അവിടെ ചെയ്ത് നടക്കണേ. അതും പോരാഞ്ഞിട്ട് എനിക്ക് ചന്തം പോരാന്ന് പറഞ്ഞ് ചെറുപ്പക്കാർ പെൺകുട്ടികളെ നിക്കയ്യാ നടക്കുക. എന്താ വാപ്പ കേക്കണേ? ഞാൻ പറഞ്ഞ മുഴുവൻ കേക്കണ്ടേ? അന്റെ പൈസ വന്നത് തീരുന്നവരെ ആ ബ്രോക്കർ കുഞ്ഞാലിനും കൂട്ടി നാട് മുഴുവൻ ചുറ്റടക്കാൻ വാപ്പ. ഇത്ര ചീപ്പാണ് നമ്മളെ വാപ്പാന്ന് ഞാൻ മനസ്സിലാക്കിയില്ല. നാളുണ്ടോ നിങ്ങൾക്ക് വയസ്സ് കാലത്ത്? എനിക്കാണെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. മുസ്തഫ എടോ, എന്താടോ ഞാൻ ഒന്നും പറയണ്ട. ഒരു സെക്കൻഡ് ഞാൻ വിടക്കൂല. ഈ കാര്യം ഞാൻ ഇതൊരു തീരുമാനമാകാതെ ഞാൻ ആണാണെങ്കിൽ പഠിയാൻ കയറില്ല. ആ മോനെ മുസ്തു, ഒരു മുസ്തുല്ല, ഇതൊരു വാപ്പാണിത്. അവിടെ നിക്കേ, ഞമ്മളും വരുന്നുണ്ട്. ഈ അങ്ങോട്ട് ഇത് ബാപ്പി മോഹൻ തമ്മിലുള്ള അഭ്യന്തര പ്രശ്നം. ഈയേ പെട്ടിയൊക്കെ എന്നെ എടുത്ത് അകത്തോണ്ടേക്ക്. പിന്നെ ഞാൻ വരാതെ ഒറ്റ പെട്ടി പോലും ഇവിടെ തുറന്നു പോരുത്. ആ എന്താക്കാ, നാട്ടില് വന്ന ഓടെ ഒരു കച്ചറ. വണ്ടിക്ക് കൊടുക്കാൻ കാശില്ലെങ്കിലേ എന്റേലും ഇല്ല. അതല്ലല്ലോ മാധവൻകുട്ടി, നീ എന്നൊന്ന് പറയും. നമ്മളെ ബാപ്പന്റെ കളി ശരിയാ? എന്താ ഹാജര്? ഇത് മാത്രല്ല, ഞാനിപ്പോ ഗൾഫിൽ നിന്ന് വന്നിട്ടല്ലേ ഉള്ളൂ. വിവരറിഞ്ഞ സ്വന്തക്കാര് ബന്ധുക്കാരൊക്കെ ഇപ്പൊ വീട് അറിയും. പെട്ടി പൊളിച്ചാൽ ഓരോരുത്തർക്കും ഓരോ സോപ്പ് കൊടുത്താൽ മതിയാവില്ല. കൊടുത്തില്ലേ കുറ്റും. അറിവ് നമുക്കിത് ഫ്രീ തരാന്ന് അവരെ വിചാരേ. അത് മാത്രല്ല, ഈ ബാഗിൽ 2 കുപ്പി സ്കോച്ച് ഉണ്ട്. അത് നമുക്ക് എന്നെ പുര കൊണ്ടായിരിക്കാം. എന്തായാലും അത് നല്ല ഐഡിയ. വേണ്ട വേണ്ട,
അവിടെ വെച്ച് നടിക്കാൻ പറ്റില്ല. ഓ ഇവൻ കുടിക്കുമല്ലോ അതാണ്. നമുക്ക് ചായക്കട പോയാലോ? നമ്മള് കൊച്ചുകാരന്റെ അല്ല ഒരു പഴയ വലിവുണ്ട് ഇപ്പൊ. പഴയ വലിവൊക്കെ മാറി, ഇപ്പൊ നല്ല പുതിയ വലിവാ. നീട്ടി നീട്ടി വലിക്കണേ. വലിവ ചെയ്യാൻ വേണ്ടി ചൂടുവെള്ളത്തിലൊഴിച്ച് മരുന്ന് പോലെ കുടിച്ചോണ്ടിരിക്കുക. ഞാൻ ഫ്രൂട്ടി.